നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയത്. അവിടെ പുതിയ ടൗൺഷിപ്പ് വന്നിരിക്കുന്നു. ആ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി പല ആൾക്കാരും പോവുക പതിവാണ്. അന്ന് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ നടൻ മമ്മൂട്ടി ആ പ്രദേശം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ വീടുകൾ നിർമ്മാണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും മറ്റനേകരെ പോലെ അതിൽ ചുക്കാൻ പിടിച്ച ഒരു ഭാഗമായി നിന്നിരുന്ന കെ റഫീഖ് എന്നറിയപ്പെടുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം മമ്മൂട്ടിയോടൊപ്പം നടക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം ആ പ്രദേശങ്ങളെല്ലാം മമ്മൂട്ടിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനിടയിൽ ചാനലുകളിലൂടെ മീഡിയകളിലൂടെ വന്ന ഒരു വാർത്ത കേരളത്തിലെ സോഷ്യൽ മീഡിയ വലിയ ചർച്ചകളായി. മമ്മൂട്ടിക്ക് വളരെ നെഗറ്റീവായ രീതിയിലുള്ള വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇതിന് കാരണം? നമുക്കൊരു കാര്യം അറിയാം. മമ്മൂട്ടി എല്ലാവരും കേൾക്കെ അദ്ദേഹത്തെ വിലക്കുകയാണ്. ആ വിലക്കുന്ന വേടുകൾ എപ്പോഴും ആ മനുഷ്യന്റെ മനസ്സിനെ തന്നെ വളരെയേറെ വേദനിപ്പിക്കുന്ന തരത്തിലാണ്. അതായത്, നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ നടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്ന് കരുതും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ മമ്മൂട്ടി തയ്യാറാകണമായിരുന്നു. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഇല്ലായ്മയിൽ നിന്നൊക്കെ സിനിമ കണ്ട് ആണ് സിനിമാക്കാരെയും കലാകാരന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ അവരുടേതായ നിലയിൽ രാഷ്ട്രീയക്കാരാവുമ്പോൾ വോട്ട് കൊടുക്കുന്നു, സിനിമാക്കാരാവുമ്പോൾ അവരുടെ പൈസ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം എന്റർടൈൻമെന്റിന്റെ ഭാഗമായി അവർ ചെലവഴിച്ച് ഇവരെയും വളർത്തുന്നു. ഇങ്ങനെയാണ് സമൂഹം പല പല ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടലുകൾ, സഹായങ്ങൾ, അതിലൂടെ ഉരുത്തിരിഞ്ഞാണ് ഒരു സമൂഹം വരുന്നത്. അതിന്റെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അത്തരത്തിൽ നമ്മൾ കണ്ടാൽ മതി. അപ്പം മമ്മൂട്ടിയെ വളർത്തി വലുതാക്കിയ ഒരു ജനമാണ് കേരളത്തിലെ ജനം. ആ കേരളത്തിലെ ജനം കേൾക്കാൻ ആഗ്രഹിച്ചതല്ല മമ്മൂട്ടിയിൽ നിന്ന് വന്നത്. ഉടനെ തന്നെ കെ റഫീഖിനോട് ആ മമ്മൂട്ടി പറയുന്നു, മാറി നിൽക്കാൻ പറയുമ്പോൾ ആ മനുഷ്യൻ ഒരു വാക്കും മിണ്ടാതെ മാറിപ്പോകുന്നു. അദ്ദേഹം പിന്നെ ആ ചിത്രത്തിലേക്ക് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആ വേദന മമ്മൂട്ടി പിന്നെ തിരിച്ചറിയുന്നു. മമ്മൂട്ടിക്ക് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഒരാളെന്നില്ലാതെ എല്ലാവരും രാഷ്ട്രീയം മറന്ന് മനുഷ്യൻ എല്ലാവരും മാനവികതയുടെ അടിസ്ഥാനത്തിൽ മമ്മൂട്ടിയെ എഴുതിത്തള്ളാൻ തുടങ്ങി. എഴുതിത്തള്ളുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായും മാറ്റി നിർത്തുക എന്നുള്ളതല്ല. മമ്മൂട്ടിക്ക് തന്റെ തെറ്റ് മനസ്സിലാകുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ കമന്റുകൾ വരാൻ തുടങ്ങി. മമ്മൂട്ടി ആ തെറ്റ് മനസ്സിലാക്കി കെ റഫീഖിനെ വിളിക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ രമ്യതപ്പെട്ടു. എന്നിരുന്നാലും കേരളത്തിന്റെ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം, കേരള ജനതയുടെ മനോഭാവം മനസ്സിലാക്കണം. അത് വളരെ തീവ്രമായതാണ്. വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ കണ്ടു, കൊറോണ സമയത്ത് നമ്മൾ കണ്ടു. സഹായിക്കേണ്ട സമയത്ത് മനുഷ്യൻ ഒറ്റക്കെട്ടായി നിൽക്കും. അവിടെ ജാതിയോ മതമോ വർണ്ണമോ രാഷ്ട്രീയമോ കണക്കാക്കപ്പെടുകയില്ല. അവിടെ ആ മനുഷ്യന്റെ മനസ്സിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ആ മാനവികത ഉണർന്ന ഒരു നിമിഷമായിരുന്നു റഫീഖിനെ മാറ്റി നിർത്തിയ അവിടെ മമ്മൂട്ടി വളരെയേറെ വേദനിക്കപ്പെടും. പക്ഷെ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കെ റഫീഖിന്റെ കുഞ്ഞിനെയും തലോടുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി. ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കാൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ CPM-ന്റെ നേതാക്കന്മാരും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇതേപോലെയുള്ള വേദന അന്ന് CPM-ന്റെ ബ്ലോക്ക് മെമ്പർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ആ ഫോൺ വെച്ച് ഒരു സെൽഫി എടുക്കുമ്പോൾ, അത് തട്ടിമാറ്റുമ്പോൾ, അത്തരത്തിൽ തട്ടിമാറ്റുന്ന സംസ്കാരം വരുമ്പോൾ, അതുകൊണ്ടാണ് സുരേഷ് ഗോപിയോട് ചോദ്യം ചെയ്തത്. പിണറായി വിജയനോട് ജനത്തിന് എതിർപ്പ് വന്നത് അതുകൊണ്ടാണ്. ഈ മനുഷ്യന്റെ മനസ്സ്, കേരളത്തിന്റെ മനസ്സ് ഇങ്ങനെയാണ്. കേരളത്തിന്റെ മനസ്സ് സഹായത്തിന്റെ മനസ്സാണ്. അവിടെ അപമാനിക്കപ്പെടുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. ആരെന്ന് അവർ നോക്കില്ല. ജാതിയില്ല, മതമില്ലാതെ, രാഷ്ട്രീയമില്ലാതെ അവർ ഒന്നിച്ചതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയുവാനുള്ളത്, താങ്കളും ഇതുപോലെ കൈതട്ടി മാറ്റുമ്പോൾ, താങ്കൾ ഇതുപോലെ അപഹാസ്യപ്പെടുത്തുമ്പോൾ, അവരുടെ ഹൃദയം മുറിയുമ്പോൾ നിങ്ങളോടുള്ള എതിർപ്പ്, അതാണ് നിങ്ങളുടേതോടുള്ള എതിർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കടക്ക് പുറത്തു എന്ന് പറയുവാൻ എളുപ്പമാണ്. കടക്ക് പുറത്തു എന്ന് പറയുമ്പോൾ ആ വാക്ക് വിട്ടവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന, അവൻ അപമാനിതനാകുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. കേരളത്തിലെ ജനത ഇങ്ങനെയാണ്. കാരണം ഇത് വിദ്യാഭ്യാസത്തിന്റെ വാല്യൂ ആണ്. നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ പഠിക്കുന്ന സ്കില്ലിന്റെ, വാല്യൂസിന്റെ, നോളജസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയ വാല്യൂസ് ആണ്. ആ വാല്യൂസ് നമ്മൾ കണക്കിടുക തന്നെ ചെയ്യും. സിനിമാ നടൻ നമ്മുടേത് ഇപ്പോഴും അദ്ദേഹത്തോടുള്ള എതിർപ്പുകൾ നമ്മൾ മാറ്റി നിർത്തുകയാണ്. പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു. ഞാനും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. കൊച്ചുനാൾ തൊട്ട് കേട്ട് വന്ന പേരുകളാണ്. അവരെ മാറ്റി നിർത്തുന്നതിനും വേദനിപ്പിക്കുന്നതിനും നമുക്ക് തയ്യാറല്ല. പക്ഷേ തെറ്റ് തിരുത്തപ്പെടേണ്ട സമയത്ത് തിരുത്തപ്പെടുക തന്നെ ചെയ്യണം. അതുകൊണ്ട് മമ്മൂട്ടിക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏത് വലിയവനായാലും ശരി, ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ വിഷയം, കെ റഫീഖ് വിഷമിക്കേണ്ട കാര്യമില്ല. കെ റഫീഖിനെ കേരളത്തിലെ എല്ലാവരും തിരിച്ചറിഞ്ഞ് നിമിഷമായി ഇതിനെ കാണുക. നിങ്ങളും കരുത്തരായി മാറി എന്ന് കരുതിയാൽ മതി. താങ്ക് യു.